ആള് ആറാത്ത് വർത്താനം പറഞ്ഞപ്പോ പിന്നെ ഒന്ന് മൈക്കിൽ വന്നിട്ടില്ലെങ്കിൽ മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് വന്നാണ് ഇപ്പൊ ഞാൻ. യദുല്ലു അലാ ഇൽമിഹി വ അമലുഹു യദുല്ലു അലാ അഖ്ലിഹി എന്ന അറബിയിൽ ഒരു ആപ്തവാക്യമുണ്ട്. ഇതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, പോകുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ സംസാരം കേട്ടാല് അയാൾക്ക് എത്ര വിവരമുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാകും എന്നാണ്. അപ്പൊ നമ്മുടെ ആറാത്ത് എവിടുന്ന് തുടങ്ങി ഇപ്പൊ എവിടെ എത്തി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ ഒരാളെ കുറിച്ച് ആരോപണം പറയും. ഇത് വലിയ ഗൗരവമുള്ള കേസാണ്. ആരോപണം എന്ന് പറഞ്ഞാല് ആരോപണം എന്നല്ലല്ലോ. ആരോപണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? തെളിവില്ലാത്ത കുറ്റം പറയുക എന്നതാണ്. നമുക്ക് ബോധ്യപ്പെടാത്ത ഒരു കുറ്റം ഒരാളെ കുറിച്ച് പറയുക. അതൊരു സാധാരണ മുസ്ലിം ആണെങ്കിൽ തന്നെ മുസ്ലിം എന്നാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു മുസ്ലിമായ മനുഷ്യനെ എന്ത് ചെയ്യുക? നിന്ദിക്കുന്നത്, നിസാരവൽക്കരിക്കുന്നത് ഒരു മനുഷ്യൻ ചീത്തയാകാൻ മതി എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നത്. അപ്പൊ ഒരു സാധാരണ മുസ്ലിമായ മനുഷ്യനെ പറയുന്ന രീതിയിലല്ലോ ഒരു മുസ്ലിം നേതാവിനെ, അതും വലിയൊരു പണ്ഡിതനെ, ഒരു സമൂഹം മൊത്തം ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ ആരോപണം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിപ്പോ നിങ്ങൾക്ക് മറുപടി പറയല്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരും നമ്മളെ സൂക്ഷിക്കണമല്ലോ. നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാവും നമ്മുടെ അവയവങ്ങളും നമ്മൾ സൂക്ഷിക്കാതെ പോയാൽ നമ്മളാണ് നാളെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മളാണ് അതിന് മറുപടി പറയേണ്ടത്. അപ്പോ ഇന്ന് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുക എന്നുള്ളതല്ല. അങ്ങനെ മറുപടി അർഹിക്കുന്ന ചോദ്യം നമ്മൾ ചോദിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് നിങ്ങളുടെ ഈ നയം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ രീതി നിങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധ്യതയുള്ള വലിയൊരു അപകടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരിക മാത്രമാണ് ഞാനിപ്പോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആരെക്കുറിച്ചും ആരോപണം പറയാം. പക്ഷെ ആരോപണം പറയുന്നത് വലിയൊരു സംഗതിയൊന്നല്ല. അതിനൊരു പണിയില്ലല്ലോ, ഉണ്ടാക്കി ഇങ്ങനെ പറയാന്നെന്നാൽ. അതേ സ്ഥാനത്ത് നമ്മളൊരു മനുഷ്യനാണെങ്കിൽ, ഒരു മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു വ്യക്തിത്വമുള്ള ആളാണെങ്കിൽ നമ്മളൊരു വിഷയം പറഞ്ഞാൽ അത് തെളിയിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും നമ്മൾ അധികം മനസ്സിലാക്കേണ്ട ഒരു സംഗതി. നമ്മളൊരാളെ കുറിച്ചൊരു വിഷയം പറഞ്ഞാല് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരാളെ കുറിച്ച് എന്ത് ആരോപണം പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്ക്. വ്യഭിചരിച്ചാല് അതിന് 100 അടിയാണ് ഇസ്ലാമിൽ അടിക്കുക, അല്ലെ? വ്യഭിചാരം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിവാഹിതരല്ലെങ്കിൽ 100 അടിയാണ് ഇസ്ലാമിക ശരീഅത്തില് അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ. പക്ഷെ വ്യഭിചാര ആരോപണം നടത്തിയാലോ 80 അടി അടിക്കും. വ്യഭിചാര ആരോപണം നടത്തിയാൽ 80 അടി അടിക്കും. ഇവിടെ എണ്ണം കൊണ്ട് വ്യഭിചാരത്തിന്റെ ശിക്ഷ ആരോപണത്തിന്റെ ശിക്ഷയേക്കാൾ കൂടുതലാണെങ്കിലും തത്വത്തിൽ ആരോപണത്തിന്റെ ശിക്ഷയാണ് വ്യഭിചാരത്തിന്റെ ശിക്ഷയേക്കാൾ കൂടുതൽ. അതെങ്ങനെ മനസ്സിലാകുക? ഈ വ്യഭിചാരത്തിന് ശിക്ഷിക്കപ്പെടണമെങ്കിൽ 4 സാക്ഷികൾ കൊണ്ട് തെളിയിക്കണം. 4 സാക്ഷികൾ കൊണ്ട് വ്യഭിചാരം തെളിയിച്ചാലാണ് വ്യഭിചരിച്ച വ്യക്തിക്ക് 100 അടി കൊടുക്കുക. അതേ സ്ഥാനത്ത് ഈ ആരോപിച്ച ആള് 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അയാൾക്ക് 80 അടിയാണ്. കണ്ടോ? ആരോപിച്ചവൻ 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അയാൾക്ക് 80 അടിയാണ്. അപ്പോ വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഇസ്ലാമിക ശരീഅത്ത്. അപ്പോ ഇയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ടങ്ങള്, ഒരാള് വ്യഭിചാരം ആരോപിച്ച് അയാൾക്കത് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ അയാൾക്ക് 100 അടി എന്നതാണ് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ. 80 അടി എന്നതാണ് ഏറ്റവും ചുരുങ്ങിയ ശിക്ഷ. അപ്പോ ഈ നിലക്ക് ആരോപണത്തിന്റെ ശിക്ഷ വളരെ ഗൗരവത്തിൽ തന്നെ പഠിപ്പിച്ചൊരു മതത്തിന്റെ അനുയായികളാണ് നമ്മളൊക്കെ. അതുകൊണ്ടൊരു പണ്ഡിതനെ കുറിച്ച്
സത്യത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് പോലും ആരോപണം പറയുമ്പോൾ നമ്മുടെ നാവിനെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആദ്യം പറഞ്ഞത് AP ഉസ്താദ് പൈസ മുക്കി എന്നാണ്. ഇത് എത്ര കടുത്ത ഒരു ആരോപണമാണത്. അങ്ങനെ നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കണം. അതിന് തെളിവുണ്ടോ എന്നാണ് നേരത്തെ മദീന മലർവാടി എന്ന ഐഡിയിൽ നിന്നുള്ള ഉസ്താദ് നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ അതിനെന്താ പ്രതികരിച്ചത്? വല്ലതും നിങ്ങൾക്ക് കണക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചോ? നിങ്ങൾ പറഞ്ഞത് എത്ര പിരിച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ മുക്കി എന്ന് പറയല്? അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ആരോപണം പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ ഗൗരവമുള്ള വിഷയം നമ്മുടെ നാവ് കൊണ്ട് നാം ആവർത്തിച്ചാൽ തീർച്ചയായും നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം പൊളിഞ്ഞു പോകാൻ അത് മതി. ശരിക്കും ശ്രദ്ധിച്ചോളൂ. നമ്മൾ ചെയ്യുന്ന അമലുകൾ മുഴുവനും വലക്ക് ഓട്ട വരുമ്പോ മീൻ പോകുന്നത് പോലെ അമല് മുഴുവനും ഒലിച്ചു പോകാൻ ഈ നാവ് മതി. നാവ് അത്രയും ഗൗരവമുള്ളതാണ്. അതിന്റെ മൂർച്ച വളരെ വലുതാണ്. അതുകൊണ്ട് ആ നാവ് കൊണ്ട് ഇത്തരം പ്രത്യേകിച്ച് മഹാന്മാരായ ആളുകളെ ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇല്ലാത്തത് കെട്ടിച്ചമച്ചുണ്ടാക്കുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ, അതിന് മാറാന് നമുക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ നമ്മൾ റമദാനിലും അല്ലാത്തപ്പോഴൊക്കെ കുറെ നിസ്കരിച്ചിട്ട് എന്ത് കാര്യം, കുറെ ഇബാദത്ത് ചെയ്തിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഞാന് നിങ്ങൾക്ക് മറുപടി ഒന്നും പറയാനില്ല. കാരണം മറുപടി പറയണമെങ്കിൽ നിങ്ങൾ എന്താക്കണം, തെളിവ് സഹിത ഒരു വിഷയം പറയണം. നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് നിങ്ങൾക്ക് അങ്ങനെ പറയും. ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും മനുഷ്യന്മാർക്ക്, അല്ലെ? നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമുക്കൊരു കാരണം കാണിക്കാണ്ടാവും. ഇത് ഒരു കാരണവും കാണിക്കാനില്ലാതെ ഒന്നും പറയാനില്ലാതെ അത് മുക്കിയില്ലേ, അടുത്ത മുക്കിയില്ലേ എന്ന് പറഞ്ഞത് വ്യക്തിവിരോധം എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ. വേറൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തെളിവ് അതിന്റെ പേരിൽ അവതരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് പറയാന്ന് പറഞ്ഞാൽ അതൊരു ഒരു മനുഷ്യത്വപരമായ സമീപനമായി നമുക്ക് കാണാമായിരുന്നു. അതുകൂടി ഇല്ലാത്തത് കൊണ്ടാണ് മറുപടി അർഹിക്കുന്ന വിഷയങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഏതായാലും നിങ്ങൾ ചെയ്യുന്ന അപരാധത്തിന്റെ ഗൗരവം ഈ കിട്ടിയ സമയത്ത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത്. അത് നിങ്ങളെ മനസ്സിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അത്രേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ആരോപണം പറയുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. ആരോപണം പറയുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ നാവ് നമ്മെ നരകത്തിലെത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, അയുക്കിബു അഹദുക്കും ഫിന്നാരി ഇല്ലാ ഹസാഇദു അൽസിനതക്കും, ഇല്ലാ ഹസാഇദു അൽസിനതിക്കും, നിങ്ങളുടെ നാവ് കൊണ്ട് കൊയ്തെടുത്ത തെറ്റുകളല്ലേ നിങ്ങളെ ഓരോരുത്തരെയും നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഗൗരവത്തിൽ തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഖൈറ് പറയുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മനസ്സിലായോ? പറയുകയാണെങ്കിൽ മുഅ്മിന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷനെ നാവ് പ്രയോഗിക്കുന്നിടത്ത് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തിട്ടുള്ളൂ. രണ്ട് ഓപ്ഷൻ, രണ്ടേ രണ്ട്. എന്താ പറഞ്ഞ, മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ഈമാൻ എന്ന സംഗതി ഒരാൾക്കുണ്ടോ എന്നാൽ അയാൾക്ക് നാവ് പ്രയോഗിക്കുന്നിടത്ത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് ഫലഖുൽ ഖൈറൻ, നല്ലത് പറയാം, അതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിലോ പിന്നുള്ള ഓപ്ഷൻ എന്താ, ഔലി ഇസ്മുത്ത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ദീനുൽ ഇസ്ലാം അവന് കൊടുത്തിട്ടില്ല. അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ നാവ് നമ്മൾ പ്രയോഗിക്കാൻ. മറ്റൊരാളുടെ അഭിമാനത്തെ ബാധിക്കുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, അത്തരം വിഷയങ്ങളിൽ നാവ് പ്രയോഗിക്കുന്നത് പരലോകത്ത് നമ്മളെ തടഞ്ഞു നിർത്താനും നമ്മുടെ അമലുകൾ അത്തരം ആളുകൾക്ക് വീതിച്ചു നൽകപ്പെടാനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, ആ സുഹൃത്ത് എന്തെങ്കിലും ഒക്കെ വ്യക്തിവിരോധത്തിൽപ്പെട്ടുപോയ ആളാണെങ്കിൽ അല്ലാഹു തആല അദ്ദേഹത്തിന് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ തൽക്കാലം മൈക്ക് വിടുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനടക്കം എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെ നന്ന്. നമ്മുടെ നാവ് നമ്മളെ സ്വർഗത്തിലെത്തിക്കും, അതേ നാവ് തന്നെ നമ്മളെ നരകത്തിലെത്തിക്കും. നാവ് വലിയ അപകടമുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളെ കുറിച്ച്, മോശക്കാരനായ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞു പോയി നിൽക്കട്ടെ, നമ്മൾ അറിയാതെ അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞു പോയി, അതിന് അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു നല്ല ആളെ കുറിച്ച് നമ്മൾ മോശം പറഞ്ഞു പോയാലോ, ഇല്ലാത്തൊരു തെറ്റ് ഒരാളുടെ മേൽ ചമച്ച് പറഞ്ഞുണ്ടാക്കിയാലോ, അതിന്റെ പേരിൽ നാം അനുഭവിക്കേണ്ട അനുഭവങ്ങൾ വളരെ ഗൗരവമുള്ളതായിരിക്കും എന്ന് മാത്രം ആ സുഹൃത്തിനെ വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, നിങ്ങളിപ്പോ ഒരു പിരിവ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ
അത് നാട്ടുകാർക്ക് അറിയില്ലേ പിരിവ് നടത്തിയോ ഇല്ല എന്നുള്ളത്? അത് എത്ര പിരിച്ചെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ, നാട്ടുകാർക്ക് അറിയോ? എന്ത് ചോദ്യം ഞങ്ങൾ ചോദിക്കണത്? ഈ ജാതി കൂതറ ചോദ്യം ചോദിച്ചാണ്ട് അത് തെളിവ് സഹിതം ഹാജരാക്കാൻ പറയും. നിങ്ങൾ പിരിച്ചെന്നുള്ളത് നാട്ടുകാർക്ക് അറിയില്ലേ? പിരിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഇപ്പൊ അറാത്തിന്റെ നിലപാട് നമുക്ക് മനസ്സിലായല്ലോ. അറാത്തിന്റെ ഒറ്റ കാര്യം പറയണ്ട, ആറാത്ത് വേണ്ട, ഒരു ഏ മതി കേട്ടോ. അതിന് മുന്നേ വേണമെങ്കിൽ പക്കാന്ന് കൂട്ടി കൊടുത്താൽ തിരക്കടില്ല, എന്നാ പക്ക ആറാത്ത് നീക്കോളും. അതാണ് നല്ലത്. അല്ലാതെ ഈ ആറാത്തിന്റെ ആവശ്യമില്ല, അത് കുറച്ച് ഏറെയാണ് നിങ്ങൾക്ക്. അത്രേ നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ എന്തായിക്കോളി, മനസ്സിലാക്കിക്കോളി. അത്രയുള്ളൂ. അപ്പൊ തൽക്കാലം അയാൾക്ക് നമ്മൾ മൈക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വിഷയം പറഞ്ഞ് സംസാരിക്കുമ്പോ ഇത് ഇപ്പൊ നമ്മളെ നാട്ടിൽ 1 മണിയോടെടുത്ത സമയം, ഈ പാതിരാ സമയത്ത് ഇരുന്നിട്ട് വെറുതെ ഗീബത്തും നമീമത്തും കേൾക്കാനോ അത് പറയാനല്ല. നമ്മളൊരു വിഷയം പറഞ്ഞാല് പഠിക്കാൻ പറ്റിയ എന്തെങ്കിലും കാര്യങ്ങൾ പറയുക, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക, അതല്ലേ നമുക്ക് ആവശ്യമുള്ളത്. വെറുതെ ആവശ്യമില്ലാത്ത ഒരുപാട് സംഗതികൾ പറഞ്ഞ് നാവിന് യാതൊരു ലൈസൻസും ഇല്ലാതെ പ്രയോഗിച്ച് അപകടത്തിൽ ചെന്ന് ചാടേണ്ട ഒരാവശ്യം ഞമ്മക്കാർക്കും ഇല്ല. മനസ്സിലായോ? പിരിച്ച കണക്ക് ഞങ്ങൾക്കറിയില്ലേന്നാ. ഞങ്ങൾക്ക് പിരിച്ച കണക്ക് പറയും, ചെലവാക്കിയ കണക്ക് പറയും. അതുകൊണ്ടാണ് ഞങ്ങൾ AP ഉസ്താദ് മുക്കിയിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്ക് 2 കണക്കും അറിയില്ല, പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുക്കി എന്ന് പറയുന്നത്? അതന്നെ ഞങ്ങൾ ചോദിക്കണത്. എന്തെങ്കിലും ഒന്ന് തലന്റെ ഉള്ളിൽ വേണ്ടേ? ഞങ്ങൾക്ക് പിരിച്ച കണക്കും അറിയും, അത് ചെലവാക്കിയ കണക്കും അറിയും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ആരോപണങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യണത്. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇത് 2ഉം അറിയില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്? അപ്പൊ പ്രശ്നം നിങ്ങളെ കോട്ടിൽ തന്നെയാണ്. മനസ്സിലായോ? പ്രശ്നം നിങ്ങളുടെ കൂട്ടിൽ തന്നെയാണ്. അതിന്റെ പേര് അസൂയ എന്നാണ്. വേറൊന്നും അതിനെന്തില്ല, നമുക്ക് പറയാനില്ല. അസൂയ ഉണ്ടാവുമ്പോ, വ്യക്തിവിരോധം ഉണ്ടാവുമ്പോ അങ്ങനെ പലതും തെളിവില്ലാതെ ആരോപിക്കും. അത് AP ഉസ്താദിന് മാത്രമല്ല പ്രത്യേകത എന്നല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിക്കെതിരെ ആരോപണം പറഞ്ഞില്ലേ ആളുകൾ? ആ ആരോപണം പറഞ്ഞ ആളുകളെ പറ്റി അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ വളരെ ഗൗരവത്തിന്റെ ഭാഷയിൽ അള്ളാഹു പ്രതികരിച്ചില്ലേ? അപ്പൊ ഈ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് തുടങ്ങിയതാ, എപ്പ തുടങ്ങിയതാ? അപ്പൊ അതിന്റെ പേരിലൊന്നും ഒരാളെ തളർത്താനോ ഒരു പ്രസ്ഥാനത്തെ വിഴുങ്ങാനോ ഒന്നും ആർക്കും കഴിയില്ല എന്നുള്ളത് ചരിത്രം അതിന് സാക്ഷിയാണ്. അപ്പൊ വെറുതെ നമ്മുടെ നാവ് അതുകൊണ്ട് കേടുവരുത്തണ്ട. നമ്മൾ നല്ല നിലക്ക് ചിന്തിക്കുകയും നല്ലത് സംസാരിക്കുകയും ചെയ്താൽ അത് നമുക്ക് നന്ന്. ആ നിലക്ക് നന്നായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മനസ്സ് തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ഞാൻ തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. ഇനി ആരെങ്കിലും ഒരു നല്ലൊരു ചർച്ചക്ക് ഉണ്ടെങ്കിൽ പിന്നെ അതിന് താല്പര്യമുള്ള ആളുകൾ റീസാൻഡ് ചെയ്ത് വന്നാല് നമുക്കൊരു നല്ല ചർച്ച അല്പസമയം നടത്താം. അല്ലാതെ ഈ അറാത്ത് ചർച്ചയൊന്നും നമുക്ക് എന്തില്ല, ആവശ്യമില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.